ഇന്ത്യൻ അതിവേഗ ട്രെയിൻ യാത്രയ്ക്ക് പുതിയ മുഖം നൽകാൻ വന്ദേ ഭാരത് സർവീസുകൾക്ക് കഴിഞ്ഞിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴിതാ വന്ദേ ഭാരത് എക്സ്പ്രസിന് ബംഗളൂരുവിൽ ഡിപ്പോ വരുന്നു എന്ന വാർത്ത പുറത്തുവരികയാണ്. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾക്കായിരിക്കും തനിസാന്ദ്രയിൽ ഡിപ്പോ ഒരുങ്ങുക. സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടിയിലേക്ക് റെയിൽവേ കടന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തിറക്കി. 14 സ്വകാര്യ സ്ഥലങ്ങളായിരിക്കും ഏറ്റെടുക്കുക. 14 ഹെക്ടർ സ്ഥലമാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ഡിപ്പോയ്ക്ക് വേണ്ടി റെയിൽവേ ഏറ്റെടുക്കുക. പ്രത്യേക സ്റ്റേഷൻ സൗകര്യം ഒരുക്കും. മറ്റ് വന്ദേ ഭാരത് എക്സ്പ്രസുകൾക്കും ഇവിടെ അറ്റകുറ്റപ്പണി നടത്താൻ സാധിക്കും. അതോടെ കർണാടകയിലൂടെ സർവീസ് നടത്തുന്ന എല്ലാ വന്ദേ ഭാരത് ട്രെയിനുകൾക്കും ഈ സൗകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. മന്യത ടെക് പാർക്കിന് സമീപമാണ് വന്ദേ ഭാരത് ഡിപ്പോ നിർമ്മിക്കുക. ഹീലലിഗെ രജനുകുന്ദെ സബർബൻ റെയിൽ ഇടനാഴിയുടെ ഭാഗമായി തനിസാന്ദ്രയിൽ പുതിയ സ്റ്റേഷൻ നിർമ്മിക്കും. നിലവിലുള്ള തനിസാന്ദ്ര റെയിൽവേ സ്റ്റേഷനിൽ നേരത്തെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നു. ചന്നസാന്ദ്ര യലഹങ്ക പുതിയ പ്രൊജക്ടിന്റെ ഭാഗമായി വർഷങ്ങൾക്ക് മുൻപ് ഇത് പൊളിച്ചു നീക്കിയിരുന്നു. വന്ദേ ഭാരതിന്റെ രാത്രി യാത്രയ്ക്ക് വേണ്ടിയാണ് സ്ലീപ്പർ ട്രെയിനുകൾ വരുന്നത്. ദീർഘദൂര യാത്ര ഇതുവഴി സാധ്യമാകും. രാജ്യത്ത് ഇതുവരെ ഒരു വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനാണ് സർവീസ് ആരംഭിച്ചത്. അസമിൽ നിന്ന് ബംഗാളിലേക്കാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. രണ്ടാമത്തേത് ബംഗളൂരു മുംബൈ റൂട്ടിലാണ് വരാൻ പോകുന്നത്. ഇതിനു വേണ്ടിയാണ് പുതിയ ഡിപ്പോ ഒരുക്കുന്നത്. കൂടാതെ മറ്റു വന്ദേ ഭാരത് എക്സ്പ്രസുകൾക്കും ഈ സൗകര്യം ഉപയോഗിക്കാം. കേരളത്തിൽ നിന്നും ആന്ധ്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നും വൈകാതെ ബംഗളൂരുവിലേക്ക് സ്ലീപ്പർ ട്രെയിൻ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. വന്ദേ ഭാരത് സ്ലീപ്പറുകളുടെ അറ്റകുറ്റപ്പണിക്കുള്ള കേന്ദ്രം, വർക്ക്ഷോപ്പ്, യൂട്ടിലിറ്റി സർവീസസ്, അപ്രോച്ച് റോഡുകൾ, അനുബന്ധ റെയിൽ സൗകര്യങ്ങൾ എന്നിവയെല്ലാം തനിസാന്ദ്രയിൽ ഉണ്ടാകും. ഇതിനെല്ലാം വേണ്ടിയാണ് 14 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പരാതിയുണ്ടെങ്കിൽ 30 ദിവസത്തിനകം പരാതി സമർപ്പിക്കണം. പരാതി പരിഹരിച്ച ശേഷമാകും ഭൂമി ഏറ്റെടുക്കുക. വന്ദേ ഭാരത് ഡിപ്പോ നിർമ്മിക്കുന്നതിനുള്ള കരാർ പവർ മെക് പ്രൊജക്ട് ലിമിറ്റഡിനാണ് നൽകിയിട്ടുള്ളത്. 227 കോടിയുടെ കരാറാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2.5 വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കണമെന്നാണ് കരാർ. ബംഗളൂരുവിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് അറ്റകുറ്റപ്പണി കേന്ദ്രവും വരുന്നുണ്ട്. സർ എം വിശ്വേശ്വര ടെർമിനലിലാണ് 53 കോടിയുടെ ഈ പദ്ധതി വരുന്നത്. അതേസമയം കേരളത്തിൽ നിന്ന് നേരിട്ടുള്ള യാത്രക്കാരെയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യവസായ സാങ്കേതിക മേഖലകളിലെ ജീവനക്കാരെയും ഒരുപോലെ ആകർഷിക്കുന്ന പുതിയ റെയിൽ സേവനത്തിന് വഴിയൊരുങ്ങുകയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയെയും വിവരസാങ്കേതിക രംഗത്തെ പ്രധാന കേന്ദ്രമായ ബംഗളൂരുവിനെയും അതിവേഗത്തിൽ ബന്ധിപ്പിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് യാഥാർത്ഥ്യമാകുന്നതോടെ ഈ രണ്ട് നഗരങ്ങൾക്കിടയിലെ ദീർഘദൂര യാത്രയിൽ വലിയ മാറ്റമുണ്ടാകും. പരീക്ഷണ നടപടികളുടെ ഭാഗമായി വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ റേക്കുകൾ ഇതിനോടകം ബംഗളൂരുവിൽ എത്തിയതായാണ് വിവരം. അന്തിമ പരിശോധനകൾ പൂർത്തിയായ ശേഷം സർവീസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ത്യൻ റെയിൽവേ നടത്തുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ മുംബൈയിൽ നിന്ന് ബംഗളൂരുവിലേക്കും തിരിച്ചുമുള്ള മിക്ക ദീർഘദൂര ട്രെയിനുകൾക്കും ലക്ഷ്യസ്ഥാനത്തെത്താൻ ഏകദേശം 22 മണിക്കൂർ വരെ സമയമെടുക്കും. എന്നാൽ പുതിയ വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് ആരംഭിക്കുന്നതോടെ ഈ യാത്ര വെറും 15 മുതൽ 17 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് റെയിൽവേയുടെ ആസൂത്രണ രേഖകൾ വ്യക്തമാക്കുന്നത്. യാത്രാ സമയം മണിക്കൂറുകളോളം കുറയ്ക്കുമെന്നത് മാത്രമല്ല, കൂടുതൽ സുഖകരവും സുരക്ഷിതവും ആധുനികവുമായ രാത്രിയാത്രാ അനുഭവവും ഈ ട്രെയിൻ യാത്രക്കാർക്ക് സമ്മാനിക്കുമെന്നതാണ് പ്രത്യേകത. മണിക്കൂറിൽ 180 കിലോമീറ്റർ വരെ പരമാവധി വേഗത കൈവരിക്കാൻ കഴിയുന്ന സെമി ഹൈസ്പീഡ് സാങ്കേതിക വിദ്യയാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ പ്രധാന സവിശേഷത. രാജ്യത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വ്യവസായ കേന്ദ്രങ്ങളിലൊന്നായ മുംബൈയും IT സ്റ്റാർട്ടപ്പ് ഗവേഷണ മേഖലകളുടെ ഹബ്ബായ ബംഗളൂരുവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നതിലും ഈ ട്രെയിൻ നിർണായക പങ്കുവഹിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഇരു നഗരങ്ങളിലുമുള്ള കമ്പനികളിൽ ജോലി ചെയ്യുന്ന IT വിദഗ്ധർ, ബിസിനസ് പ്രൊഫഷണലുകൾ, സംരംഭകർ, വിദ്യാർത്ഥികൾ, വിനോദസഞ്ചാരികൾ തുടങ്ങി വലിയൊരു വിഭാഗം ആളുകൾക്ക് യാത്ര കൂടുതൽ എളുപ്പവും സമയലാഭകരവുമായി മാറും. ജോലിസ്ഥലം മാറുന്നവർക്കും ഇടയ്ക്കിടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവർക്കും ഈ സർവീസ് ഏറെ പ്രയോജനപ്പെടുമെന്നാണ് പ്രതീക്ഷ. പുതിയ വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് യാഥാർത്ഥ്യമാകുന്നതോടെ രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ 2 നഗരങ്ങൾക്കിടയിലെ യാത്ര കൂടുതൽ വേഗത്തിലും സൗകര്യപ്രദമായും കാര്യക്ഷമമായും മാറുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.